ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങ് വന്നപ്പോൾ ഇക്ക അവിടെ ചോളം മേടിച്ച് കൊടുക്കാൻ കേട്ടോ പിള്ളേർക്ക്. അപ്പോൾ ചോളം ചെമ്പിലിട്ട് പുഴുങ്ങിയതാണ് കേട്ടോ. പിന്നെ അതിൽ എന്തൊക്കെയോ മസാലയുണ്ട്, മസാലയൊന്നും ഞങ്ങൾ മേടിച്ചില്ല, പുഴുങ്ങിയത് മാത്രമേ മേടിച്ചുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഞാനും അതുപോലെ തന്നെ ഇക്കായും പിള്ളേരും ആനന്ദും വൈഫും മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാവരും ബസ്സിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമുക്ക് കോള് വന്നു, എത്രയും വേഗം വാന്നും പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് ബസ്സിലേക്ക് വന്ന് കയറി. പിന്നെ നമ്മുടെ യാത്ര വീണ്ടും തുടർന്നു. പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് മുന്നോട്ട് പോയി. അങ്ങനെ നമ്മൾ ഉച്ച ടൈമായിട്ടോ, നമ്മുടെ ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് രാജാക്കാട് നമ്മളൊരു ഹോട്ടലിലാണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ ചെന്നു. ഉച്ചത്തെ ഫുഡും ഞങ്ങളാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നല്ല നെയ്ച്ചോറും അതുപോലെ തന്നെ ചിക്കൻ കറിയും അതുപോലെ സാലഡും പിന്നെ പുളിങ്കറിയും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അതിപ്പോൾ എൻ്റെ കസിനായതുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും, ആർക്കും അറിയത്തൊന്നുമില്ലായിരുന്നു ഞങ്ങളാണ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നത്. അവർ വിചാരിച്ചു നമ്മൾ ഹോട്ടലിൽ